ഹായ്, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. +2 അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് അഡ്മിഷൻ എന്നുള്ളത്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് അഡ്മിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പരീക്ഷ സംബന്ധമായി നോക്കുമ്പോൾ കൂടുതൽ മാർക്ക് കൂടി വരുന്ന ചാപ്റ്റർ കൂടിയാണ് അഡ്മിഷൻ എന്നുള്ളത്. അപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പാഠത്തിൻ്റെ ചാപ്റ്ററിൻ്റെ പേര് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, പുനഃസംഘടിപ്പിക്കുക. റീകോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് പുനഃസംഘടന. വി നോ ദാറ്റ് പാർട്ട്ണർഷിപ്പ് ഈസ് ആൻ എഗ്രിമെൻറ്റ്. പാർട്ട്ണർഷിപ്പ് ഒരു കരാറാണല്ലോ. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. പാർട്ട്ണർഷിപ്പ് എന്നാൽ ഒരു എഗ്രിമെൻ്റാണ്, ഒരു കരാറാണ്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില വ്യക്തികൾ ചേർന്നുകൊണ്ടുണ്ടാക്കുന്ന ബിസിനസ്സാണല്ലോ പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചില കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ എഗ്രിമെൻ്റ് ഇല്ലാതാവുകയും പുതിയ എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും ചെയ്യും. നിലവിൽ ഉണ്ടായിരുന്ന എഗ്രിമെൻ്റ് ഒഴിവാക്കിയിട്ട് പുതിയ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് കംസ് ടു ആൻ എൻഡ് ആൻഡ് ന്യൂ വൺ കം ഇൻ ടു ഫോഴ്സ്. നിലവിലുള്ള പങ്കാളിത്തം അവസാനിച്ചിട്ട് ഒരു പുതിയ പങ്കാളിത്തം നിലവിൽ വരുന്നതിനെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ പുനഃസംഘടന എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് 4 മോഡ്സുകൾ ഉണ്ട് ഇതിന്. ഇങ്ങനെ പുനഃസംഘടനയ്ക്ക് 4 കാരണങ്ങൾ അല്ലെങ്കിൽ മോഡ്സുകൾ ഉണ്ട്. ഒന്ന്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പങ്കാളിയെ ബിസിനസ്സിലേക്ക് പ്രവേശിപ്പിക്കുന്നു. നിലവിൽ 2 ആളുണ്ടായിരുന്നു, എയും ബിയും. എ, ബി 2 പാർട്ട്ണർമാരായിരുന്നു. മൂന്നാമതായിട്ട് സി എന്ന പുതിയ പാർട്ട്ണറെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് എയും ബിയും തീരുമാനിച്ചാൽ അവിടെ നിലവിലുള്ള എഗ്രിമെൻ്റ് അവസാനിപ്പിച്ചിട്ട് ഒരു പുതിയ എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. ഇതിനെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. അപ്പോൾ ഒന്നാമത്തെ അതിൻ്റെ മോഡ്സ് അല്ലെങ്കിൽ റീസണാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പങ്കാളിയെ ബിസിനസ്സിലേക്ക് പ്രവേശിപ്പിക്കുക, അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ മോഡ്സ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നുള്ളതാണ്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അവരുടെ ലാഭവിഹിത ഓഹരി വെക്കുന്നതിൽ മാറ്റം വരുത്തുക. ഫോർ എക്സാമ്പിൾ, എ ബി പാർട്ട്നേഴ്സ് റേഷ്യോ ഈസ് 3:2. എയും ബിയും പാർട്ട്ണർമാരാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 എക്ക് 3 ഓഹരി, ബിക്ക് 2 ഓഹരി ആയിരുന്നു. പിന്നീട് അവർ തീരുമാനിക്കുന്നു ഈക്വലാക്കാം, 2 പേർക്കും തുല്യമാക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ 1:1 പ്രകാരം പകുതിയും ആക്കാമെന്ന് അവർ തീരുമാനിച്ചു. എങ്കിൽ നിലവിലുള്ള എഗ്രിമെൻ്റ് അവസാനിപ്പിച്ചിട്ട് അവിടെ മാറ്റം വരുത്തിയാൽ പോരാ, നിലവിലുള്ള എഗ്രിമെൻ്റ് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. ഇതാണ് രണ്ടാമത്തെ മോഡ്സ് അല്ലെങ്കിൽ കാരണം, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. മൂന്നാമത്തെ മോഡ്സ്, അതിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്നുള്ളതാണ്. നിലവിലുള്ള പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്ന് ഒരു പാർട്ട്ണർ പിരിഞ്ഞു പോകാൻ വേണ്ടി തീരുമാനിച്ചു, റിട്ടയർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഈ സമയത്ത് റീകോൺസ്റ്റിറ്റ്യൂഷൻ പുനഃസംഘടന ആവശ്യമാണ്. നാലാമതായിട്ട് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണറുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, എ ബി സി എന്നുള്ളതിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പുനഃസംഘടന ആവശ്യമാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ പുനഃസംഘടന ആവശ്യമാണ്. ഇങ്ങനെ പുനഃസംഘടിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ കാരണമാണ് അഡ്മിഷൻ. അപ്പോൾ ആദ്യം നമ്മൾ പ്രതിപാദിക്കുന്നത് അഡ്മിഷനെ കുറിച്ചാണ്. നമുക്ക് ഓരോ പോയിൻ്റായിട്ട് ഇങ്ങനെ പോവാം. അതിൽ ഒന്നാമത്തെ പോയിൻ്റ് അഡ്മിഷൻ എന്നുള്ളതാണ്. ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് ദ ബിസിനസ്, എ ബിസിനസ് ക്യാൻ അഡ്മിറ്റ് എ പേഴ്സൺ ഓർ പേഴ്സൺസ്. ബിസിനസ് വിപുലീകരണ ആവശ്യാർത്ഥം ഒന്നോ അതിൽ കൂടുതൽ വ്യക്തികളെയോ അല്ലെങ്കിൽ പാർട്ട്ണർമാരെ ഒരു സ്ഥാപനത്തിന്, പാർട്ട്ണർഷിപ്പിന് അഡ്മിറ്റ് ചെയ്യാം. നമുക്കറിയാം മാക്സിമം പോകുന്ന അളവുണ്ടല്ലോ, അതുവരെ നമുക്ക് പാർട്ട്ണർമാരെ
അപ്പോയിൻറ്റ് ചെയ്യാം, അഡ്മിറ്റ് ചെയ്യാം. അതിനെയാണ് അഡ്മിഷൻ എന്ന് പറയുക. ഇൻക്ലൂഷൻ ഓഫ് എ പേഴ്സൺ ആസ് പാർട്ട്ണർ ഇൻ ടു ബിസിനസ്. ഒരു വ്യക്തിയെ പാർട്ട്ണറായിക്കൊണ്ട് ബിസിനസ്സിലേക്ക് ഉൾപ്പെടുത്തുന്നതിനെയാണ് അഡ്മിഷൻ എന്ന് പറയുക. അദ്ദേഹത്തെ നമുക്ക് ഇൻകമിങ് പാർട്ട്ണർ ഓർ ന്യൂ പാർട്ട്ണർ എന്ന് പറയുന്നു. ഇങ്ങനെ പുതിയതായിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന, പ്രവേശിപ്പിക്കുന്ന പാർട്ട്ണറെ ന്യൂ പാർട്ട്ണർ ഓർ ഇൻകമിങ് പാർട്ട്ണർ എന്നാണ് പറയുക. ദ ഇൻകമിങ് പാർട്ട്ണർ ഗെറ്റ് 2 റൈറ്റ്സ്. ഇയാൾക്ക് 2 അവകാശങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒരു പുതിയ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് പാർട്ട്ണറായി കടക്കുന്നതോട് കൂടിയിട്ട് ഇയാൾക്ക് 2 അവകാശങ്ങളാണ് ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്നത്. ഒന്ന്, റൈറ്റ് ടു ഷെയർ അസറ്റ് ആൻഡ് ലാബിലിറ്റീസ്. റൈറ്റ് ഇൻ അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ബിസിനസ്. ഫസ്റ്റ് വൺ, റൈറ്റ് ഇൻ ദ അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ അസറ്റിലും ലാബിലിറ്റിയിലും ഇയാൾക്ക് അവകാശം കിട്ടുന്നു. പുതിയ പാർട്ട്ണർ കടന്നു വരുന്നതോടുകൂടി അയാൾക്ക് ഒന്നാമതായി കിട്ടുന്ന അവകാശം അസറ്റും ലാബിലിറ്റിയും. അതിൽ ഇയാൾക്ക് അവകാശം ലഭിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റേത് കൂടിയാണ് അസറ്റും ലാബിലിറ്റിയും. അയാൾക്ക് അവകാശം കിട്ടുന്നു. രണ്ടാമതായിട്ട് റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ്. ലാഭവും നഷ്ടവും പങ്കുവെക്കാനുള്ള അവകാശം. ഈ 2 അവകാശങ്ങളാണ് ഒരു ഇൻകമിങ് പാർട്ട്ണർ അല്ലെങ്കിൽ ന്യൂ പാർട്ട്ണർക്ക് അഡ്മിഷനിലൂടെ ലഭിക്കുന്നത്. 2 അവകാശങ്ങൾ. ഒന്ന്, അത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, റൈറ്റ് ഇൻ ദ അസറ്റ് ആൻഡ് ലാബിലിറ്റീസ്. 2, റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ്. അസറ്റും ലാബിലിറ്റിയുള്ള അവകാശം, ലാഭവും നഷ്ടവും പങ്കുവെക്കാനുള്ള അവകാശങ്ങൾ. ഈ 2 അവകാശങ്ങൾ ഒരു പുതിയ പാർട്ട്ണർ കിട്ടുന്നു. പകരം അതിന് ആയിട്ട് ഇയാൾ, ഈ പുതിയ പാർട്ട്ണർ 2 കാര്യങ്ങൾ കൊണ്ടുവരണം. ഒന്ന്, ക്യാപിറ്റൽ കൊണ്ടുവരണം, അഥവാ മൂലധനം. കാരണം എൻ്റെയും ബിൻ്റെയും മൂലധനം കൊണ്ട് തുടങ്ങിയ ബിസിനസ്സാണ്. അപ്പോൾ സി പുതിയ പാർട്ട്ണറായി കടന്നു വരുമ്പോൾ ഇയാൾ ആവശ്യത്തിനുള്ള ക്യാപിറ്റൽ അഥവാ മൂലധനം കൊണ്ടുവരണം. രണ്ടാമതായിട്ട് ഇയാൾക്ക് ലാഭവും നഷ്ടവും കിട്ടുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഇയാൾ ഗുഡ് വില്ല് കൊണ്ടുവരണം. ഗുഡ് വിൽ എന്ന കാരണം എയും ബിയും പങ്ക് ചെയ്തിരുന്ന ലാഭത്തിൽ ഇനി കുറവ് വരികയാണ്. സി കടന്നു വരുന്നതോട് കൂടി, കാരണം ആദ്യം 100 രൂപ ലാഭം കിട്ടുമ്പോൾ എക്കും ബിക്കും 50 രൂപ പ്രകാരം ലഭിച്ചിരുന്നു. ഇനി സി കടന്നു വരുന്നതോട് കൂടി ആ 100 രൂപ 3 പേർക്ക് ഓഹരി വെക്കണം. അപ്പോൾ 2 പേർക്കും കിട്ടിയ ലാഭത്തിൽ അല്പം കുറവ് വരും, സാക്രിഫൈസ് വരും. സാക്രിഫൈസ് എന്നാണ് പറയുക, സാക്രിഫൈസ് വരും. അപ്പോൾ ഈ സാക്രിഫൈസിന് വേണ്ടിയിട്ട് ഈ പുതിയ പാർട്ട്ണർ അല്ലെങ്കിൽ ഇൻകമിങ് പാർട്ട്ണർ ഗുഡ് വില്ല് കൊണ്ടുവരണം. ദ ഷെയർ ഓഫ് ഗുഡ് വിൽ ബ്രിങ് ബൈ ന്യൂ പാർട്ട്ണർ ഈസ് കോൾഡ് പ്രീമിയം. അതിന് നമ്മൾ പ്രീമിയം എന്നാണ് പറയുക. പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ആ ഗുഡ് വില്ലിൻ്റെ ഓഹരിയെ പ്രീമിയം എന്നാണ് പറയുക. ദ ഷെയർ ഓഫ് ഗുഡ് വിൽ ബ്രിങ് ബൈ ന്യൂ പാർട്ട്ണർ ഈസ് കോൾഡ് പ്രീമിയം. അതിനെ പ്രീമിയം എന്ന് പറയുന്നു. ഇങ്ങനെ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ടിൽ ഒരു ജേണൽ എൻട്രി എഴുതി വെക്കണം. പുതിയ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് എഴുതുന്ന എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. പുതിയ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ടു പ്രീമിയം അക്കൗണ്ട്. രണ്ടിൽ ഒന്ന് എഴുതിയാൽ മതി. ടു ഗുഡ് വിൽ അല്ലെങ്കിൽ ടു പ്രീമിയം അക്കൗണ്ട് എന്ന് എഴുതും. എത്രയാണോ കൊണ്ടുവന്നത് അത് എമൗണ്ട് കോളത്തിൽ കാണിക്കും. രണ്ടാമതായിട്ട് ഗുഡ് വില്ല് കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട് എന്നാണ് എഴുതുക. ഗുഡ് വിൽ കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട്. ഈ ഗുഡ് വില്ല് എന്ത് ചെയ്യും? ഓൾഡ് പാർട്ട്നേഴ്സിന്, നിലവിലുണ്ടായിരുന്ന പാർട്ട്ണർമാർക്ക് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ പ്രകാരം ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അത് 2 പേർക്കുള്ളതാണ്. അല്ലെങ്കിൽ എത്ര പാർട്ട്ണർമാരാണോ നിലവിലുണ്ടായിരുന്നത് അവർക്കുള്ളതാണത്. പുതിയ പാർട്ട്ണർ കൊണ്ടുവരും, അത് നിലവിലുള്ള പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും.
അങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ മറ്റൊരു ജേണൽ എൻട്രി എഴുതും, ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ടു ആസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. ആരാണുള്ളത് അവർക്ക് ഡിവൈഡ് ചെയ്യുക. ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ആസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. അത് അവർ പിൻവലിക്കുകയാണെങ്കിൽ ആസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നെഴുതും. ഇങ്ങനെ 4 ജേണൽ എൻട്രി പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ് വിൽ, 2 ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ, 2 ഗുഡ് വില്ല് കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ് വിൽ, 3 ഗുഡ് വില്ല് ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, 4 അത് പിൻവലിക്കപ്പെടുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നെഴുതും. അത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതിനു മുമ്പായിട്ട് ഇങ്ങനെ പുതിയ പാർട്ട്ണറെ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ ചില അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് തിയറി ഭാഗമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പല വാർഷിക പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ? ഒരു പാർട്ട്ണറെ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ എന്തെല്ലാമാണ്? പ്രധാനമായിട്ട് 6 അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് ഈ സമയത്ത് ഉള്ളത്. ഒന്ന്, ക്യാപിറ്റൽ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഫസ്റ്റത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ക്യാപിറ്റൽ ഓഫ് ന്യൂ പാർട്ട്ണർ എന്നുള്ളതാണ്. പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, അതിനാണ് നമ്മൾ പറഞ്ഞത് ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതി വെക്കണം. ഇതാണ് ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റ്, ക്യാപിറ്റൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ന്യൂ പാർട്ട്ണർ. രണ്ടാമതായിട്ട് ചെയ്യാനുള്ളത് കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ. പുതിയ റേഷ്യോ കണക്കാക്കണം. ഇപ്പം നിലവിൽ 2 ആളെ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ 3:2 അംശബന്ധം. ലാഭവും നഷ്ടവും പങ്കുവച്ചിരുന്നത് 3:2 എന്ന റേഷ്യോ പ്രകാരമാണ്. പുതിയ പാർട്ട്ണർ വരുമ്പോൾ ആ റേഷ്യോ മാറുന്നു. എന്നിട്ട് പുതിയ റേഷ്യോ കണക്കാക്കണം, കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ. അതിന് 4 മെത്തേഡ് പഠിക്കാനുണ്ട്, അവിടെ എത്തുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ന്യൂ റേഷ്യോ രണ്ടാമത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ. 3 ഗുഡ് വില്ല് ട്രീറ്റ്മെൻറ്റാണ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ. കൊണ്ടുവരുന്ന ഗുഡ് വില്ല് എങ്ങനെ ട്രീറ്റ് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിനെ അത് ഡിവൈഡ് ചെയ്യണം. ആ 3ാമത് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ എന്ന് പറയും. ആ ഗുഡ് വിൽ ട്രീറ്റ്മെൻറ്റാണ് 3ാമതായിട്ട്. 4ാമതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. കഴിഞ്ഞ വർഷത്തെ റിസർവ് ഉണ്ടാവും, ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത്ര റിസർവ് ഉണ്ട്, ഇത്ര പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ഇത്ര നഷ്ടം ഉണ്ടെന്നൊക്കെ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും റിസർവോ അല്ലെങ്കിൽ ലാഭമോ നഷ്ടമോ എന്തോ ഉണ്ടെങ്കിൽ അത് പുതിയ പാർട്ട്ണറെ പ്രവേശിപ്പിക്കുന്നതോട് കൂടിയിട്ട് അത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതാണ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. 5ാമതായിട്ട് റീവാല്യുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ഒരു പുതിയ പാർട്ട്ണറെ പ്രവേശിപ്പിക്കലോട് കൂടിയിട്ട് എല്ലാ അസറ്റും എല്ലാ ലയബിലിറ്റിയും റീവാല്യൂ ചെയ്യപ്പെടണം, ഒന്ന് പുനഃപരിശോധിക്കണം. അതെന്തിനാ? 10 വർഷം മുമ്പ് തുടങ്ങിയ ബിസിനസ്സാണ്. അങ്ങനെ പുതിയ പാർട്ട്ണറെ പ്രവേശിപ്പിക്കുകയാണ് ഈ സമയത്ത്. 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് പുതിയ പാർട്ട്ണറെ പ്രവേശിക്കപ്പെടുന്നത്. അന്ന് വാങ്ങിയ ഫർണിച്ചറിന്, അന്ന് 10,000 രൂപയ്ക്ക് വാങ്ങിയ ഫർണിച്ചർ ആണെങ്കിൽ ഇന്ന് അതിന് 10,000 കണക്കാക്കാൻ കഴിയില്ല, വില കുറഞ്ഞിട്ടുണ്ടാവും, ഒരുപാട് കേട് സംഭവിച്ചു. മെഷീനറി ആണെങ്കിലും എന്ത് അസറ്റ് എന്ത് ലയബിലിറ്റി ആയാലും 10 വർഷം മുമ്പുള്ള അസറ്റും ഇപ്പോഴത്തെ വിലയും നോക്കുമ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അത് യഥാർത്ഥ വില കണ്ടെത്തിയിട്ട് അതിൻ്റെ ലാഭവും നഷ്ടം കണക്കാക്കുക, അതിനാണ് റീവാല്യൂ ചെയ്യപ്പെടുക, പുനഃപരിശോധിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു പുതിയ പാർട്ട്ണറെ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ 5ാമത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് റീവാല്യുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ദെൻ 6ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യണം. പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റലിന് അനുസരിച്ച് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ പ്രധാനമായിട്ട് 6 അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളാണ് അഡ്മിഷൻ സമയത്ത് ഉള്ളത് എന്ന് പറയാം.
അതിൽ നമ്മൾ ഒന്നാമത്തെ പോയിൻ്റാണ് എന്ത് ന്യൂ ക്യാപിറ്റൽ ഓഫ് ന്യൂ പാർട്ണർ എന്നുള്ളത്. പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. നമ്മൾ പറഞ്ഞു ആ സമയത്ത് നമ്മൾ ജേണൽ എൻട്രി എഴുതും. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഗുഡ് വില്ല് കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ് വിൽ. ആ ഗുഡ് വില്ല് ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ എന്ത് എഴുതണം? ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു എസ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ എന്നാൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അത് പിൻവലിക്കപ്പെടുമ്പോൾ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നെഴുതും. അത് പിൻവലിക്കാനുള്ള എൻട്രിയാണ്. ഇങ്ങനെയാണ് 4 ജേണൽ എൻട്രി രേഖപ്പെടുത്തുന്നത്.